ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി.കെ. ജയരാജിനെ സ്ഥലം മാറ്റി. വിരമിക്കാൻ 5 മാസം മാത്രമുള്ളപ്പോഴാണ് കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. യു പ്രതിഭ എം.എൽ.എയുടെ മകനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയതും വാർത്തയായിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഇതൊക്കെ ചട്ടപ്പടിയുള്ള ചില കാര്യങ്ങൾ എന്ന് വിശ്വസിക്കാനുള്ള ഒരു നിഷ്കളങ്കതയാണ് ഇനി വേണ്ടത് നമുക്ക്, അല്ലേ? അതെ മധു, ഏതാനും മാസം മുമ്പാണ് ഈ ഉദ്യോഗസ്ഥനെ ആലപ്പുഴയ്ക്ക് സ്ഥലം മാറ്റിയത്. അതിനിടയിലാണ് മറ്റൊരു സ്ഥലം മാറ്റം കൂടി. സാധാരണ നിലയിൽ എക്സൈസിൻ്റെ സ്ഥലം മാറ്റ പട്ടികയുടെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ഏകദേശം ഒരു 10-20 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ട്. അതിനോടൊപ്പമാണ് ജയരാജനെയും സ്ഥലം മാറ്റിയത്. പക്ഷേ അതിനകത്തൊരു സംശയം ഉണ്ടാകുന്നത്, ഇത് ഈ ഉദ്യോഗസ്ഥന് പെൻഷൻ പറ്റാൻ 5 മാസം കൂടി മാത്രമേ ഉള്ളൂ. കൊല്ലം സ്വദേശിയാണ് ഇദ്ദേഹം. സാധാരണ നിലയിൽ ഈ പെൻഷൻ പറ്റാനൊക്കെ 1 വർഷമൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരത്തിലേക്കാണ് സ്ഥലം മാറ്റുന്നത്. അപ്പോഴാണ് കൊല്ലം സ്വദേശിയായ ആളിപ്പോൾ ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ വീണ്ടും വളരെ ദൂരെയുള്ള മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റുന്നു. അപ്പോഴാണ് ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു ബന്ധപ്പെട്ട് നമുക്ക് ഈ ട്രാൻസ്ഫർ കൂട്ടി വായിക്കാൻ തോന്നുക. പ്രത്യേകിച്ച് യു പ്രതിഭ എം.എൽ.എയുടെ മകനെ കഴിഞ്ഞ ദിവസമാണ് 2 ദിവസം മുൻപാണ് എക്സൈസ് ഇത്തരത്തിൽ കഞ്ചാവ്, വളരെ കുറച്ച് അളവിൽ കഞ്ചാവുമായി പിടികൂടിയത്. ഒപ്പം തന്നെ ജില്ലയിൽ ഈ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ബാറുകളിലേക്കൊക്കെ വരുന്ന അനധികൃതമായിട്ടുള്ള മദ്യം ഉൾപ്പെടെ അദ്ദേഹം പിടികൂടിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പകയുടെ ഭാഗമായിട്ടാണ് സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള സംസാരം. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. അത് ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത നവീൻ ബാബു, അദ്ദേഹത്തിന് മാസങ്ങൾ മാത്രമേ സർവീസിൽ ശേഷിച്ചിരുന്നുള്ളൂ. നേരത്തെ ഇപ്പോൾ രഘു പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അവസാന മാസങ്ങളിൽ നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു. ഇവിടെ ഈ പറയുന്നത് പോലെ കൊല്ലംകാരനായ ജയരാജന് ഒരുപക്ഷെ സ്ഥലം മാറ്റം കൊടുക്കുകയാണെങ്കിൽ കൊല്ലത്തേക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അട്ടപ്പാടിയിലേക്ക് കാസർഗോഡേക്ക് സ്ഥലം മാറ്റി കളയും എന്നുള്ളതാണല്ലോ ഈ പറയുന്നത്. അല്ലെങ്കിൽ കാസർഗോഡേക്കൊക്കെ. ഇവിടെ ഈ യു പ്രതിഭ എം.എൽ.എയുടെ മകനെ അല്ലെങ്കിൽ മകൻ ഉൾപ്പെട്ട സംഘം 3 ഗ്രാം കഞ്ചാവുമായിട്ടാണ് പിടികൂടിയത്. അന്നത് വാർത്തയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ എം.എൽ.എയുടെ പേര് കൊടുക്കണമോ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്, അത്തരത്തിൽ വാർത്ത വരണമോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തിനാണ് പി.കെ. ജയരാജനെ സ്ഥലം മാറ്റിയത് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഈ കേസിൽ ഉൾപ്പെട്ടത് ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ യു പ്രതിഭ എം.എൽ.എ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനം ഇതിന് പുറകിലുണ്ടോ എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ടത്. ഈ പറയുന്ന കഞ്ചാവ് മാത്രമല്ലല്ലോ പിടികൂടിയത്, അത് ഇപ്പോൾ ജാമ്യം കിട്ടി എന്നുള്ളതാണ്. എൻ്റെ മകൻ കഞ്ചാവ് വലിച്ചിട്ടില്ല, അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ യു പ്രതിഭ അമ്മയായിട്ടാണ് വിശദീകരിക്കുന്നത്. ഇതിൽ FIR-ൽ ആ കുട്ടിയുടെ പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുളയുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ, അതിനോടൊപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ആ സംഘം കൊണ്ടുവരുന്നത്? ഇനി അഥവാ ശരി, കൂട്ടുകാരുടെ ഒരു സംഘം അവരിൽ നിന്ന് ഇതൊക്കെ കണ്ടെത്തുന്നു, കൂട്ടുകാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും കൊണ്ടുവന്ന് കയ്യിൽ തരുന്നൊന്നല്ലല്ലോ. അങ്ങനെ ആ സംഘത്തിന്റെ കയ്യിൽ അതൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യേണ്ടത്? ആ സംഘത്തിൽ നിന്ന് മാറിപ്പോകണം, അല്ലേ? അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം ഇതൊക്കെ അറിയുന്നത്. ഇതിപ്പോൾ പോലീസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പാണ് ഈ പറയുന്ന FIR ഇട്ടിരിക്കുന്നത്. വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വിശദീകരിക്കണ്ടേ? അതല്ലാതെ മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് അവരെന്തോ വ്യാജ വാർത്ത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടെത്തിയത് മാധ്യമങ്ങൾ ഇനി ക്യാമറയുടെ കൂടെ കൊണ്ടുപോയി വെച്ചതാണ് എന്നുകൂടി പറയുമോ? ഏതായാലും ഇപ്പോൾ അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജന്റെ സ്ഥലം മാറ്റം അത് എന്തുകൊണ്ടുണ്ടായി, എന്തിനുണ്ടായി, എന്ത് കാരണത്തിലുണ്ടായി എന്നുള്ളതാണ് ഈ വാർത്തയെ വീണ്ടും സജീവമാക്കുന്നത്.